എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട്. പക്ഷേ എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം എന്ന് മിക്ക ആളുകളും പറയാറില്ല. തൻ്റെ ബോക്സിംഗ് കരിയറിലൂടെ മൈക്ക് ടൈസൺ നേടിയത് ഏകദേശം $400 മില്യൺ മുകളിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദൂർത്തടി കാരണം, പണം എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാത്തത് കാരണം അദ്ദേഹത്തിന് ആ പണം മുഴുവൻ നഷ്ടപ്പെടുകയും 2003 $23 മില്യൺ കടബാധ്യത ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കടമൊക്കെ മാറി 2022 അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് $10 മില്യൺ മാത്രമാണ്. സോ പണം നമ്മൾ ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ശരിയായി മാനേജ് ചെയ്യാൻ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് ലോങ് ടേമിലേക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പണം എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം എന്നതിനുള്ള 6 ടിപ്സാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, ക്രിയേറ്റ് എ ബഡ്ജറ്റ്. ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ആൻഡ് കുറേ കാലം മുന്നേ തന്നെ ഫോളോ ചെയ്തു വരുന്ന ഒരു കാര്യം കൂടിയാണ്. നിങ്ങളുടെ ഇൻകം, ലൈഫ് സ്റ്റൈൽ, ആവശ്യങ്ങൾ ഇതിനെല്ലാം അനലൈസ് ചെയ്ത് വിലയിരുത്തി ഓരോ മാസവും നിങ്ങൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൈസയുടെ മേലെ ഒരു കൺട്രോൾ നൽകും. ലാവിഷായിട്ട് പൈസ ചിലവാക്കാതെ ആവശ്യത്തിന് മാത്രം സ്പെൻഡ് ചെയ്യുകയും അതേപോലെ സേവ് ചെയ്യുകയും ചെയ്യും. സോ നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സിൽ ഒരു നല്ല കൺട്രോൾ ഉണ്ടാക്കിയെടുത്താൽ അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാനും ഹെൽപ്പ് ചെയ്യും. നമ്പർ 2, സേവ് ഫസ്റ്റ് സ്പെൻഡ് ലേറ്റർ. ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന പൈസ സേവ് ചെയ്യണം, എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ഡെയിലി ലൈഫ് ആവശ്യങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യണം. ലൈക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുക, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ലോൺ, ഇൻഷുറൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾ പൈസ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുകയുമില്ല. ഫ്യൂച്ചറിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ഈ സേവിങ്സിൽ നിന്ന് നിങ്ങൾക്ക് പൈസ എടുക്കാനും പറ്റും. നമ്പർ 3, സെറ്റ് ഫൈനാൻഷ്യൽ ഗോൾസ്. ഓവർ സ്പെൻഡിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഫൈനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങളുടെ പൈസ കൊണ്ട് ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ലോങ് ടേം ഫൈനാൻഷ്യൽ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ലൈക്ക് ഡ്രീം ഹൗസ്, കുട്ടിയുടെ പഠനം, റിട്ടയർമെൻറ്റ്, ഇത്തരത്തിലുള്ള ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ നൽകുകയും പൈസ ശരിയായിട്ട് തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ നോളജ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു ആപ്പാണ് ടൈം ഫോർ ഗ്രേറ്റ്നസ്. ഒരുപാട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്സിൻ്റെ, ബെസ്റ്റ് സെല്ലിംഗ് ബുക്സിൻ്റെ ഓഡിയോ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പാണ് ടൈം ഫോർ ഗ്രേറ്റ്നസ്. ഒരുപാട് അറിവുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. ഡിഫറെൻറ്റ് കാറ്റഗറീസിലായിട്ട് ഇതിൽ ഒരുപാട് ബുക്സ് ഉണ്ട് ആൻഡ് ഒരുപാട് കോംബോസും ഇതിൽ അവൈലബിൾ ആണ്. കോംബോ ഓഫറുകളിലുള്ള ഒരു സ്പെഷ്യൽ കോംബോ ആണ് ഫൈനാൻഷ്യൽ കോംബോ. ഇതിൽ 4 ഫൈനാൻഷ്യൽ ബുക്സ് ആണുള്ളത്. ദ 4-Hour Work Week, Cash Flow Quadrant, 0 to 1 ആൻഡ് ദ മില്യനെയർ മാപ്പ്. അതും ഈ കോംബോയുടെ പ്രൈസ് വരുന്നത് $599 ആൻഡ് അത് മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് ഇതിൽ 20% ഡിസ്കൗണ്ട് തരാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. സോ ഈ ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്യരുത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ 4, സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഏർലി. എത്രത്തോളം നേരത്തെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസും. ഒരുപാട് ലേറ്റായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പ്രതീക്ഷിച്ച അത്ര പോലെ നല്ല റിട്ടേൺസ് കിട്ടി എന്ന് വരില്ല. കോമ്പൗണ്ടിങ് എഫക്റ്റ് പവർഫുൾ ആവുന്നത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. സോ നിങ്ങളുടെ ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുക. നമ്പർ 5, അവോയ്ഡ് ഡെപ്റ്റ്. കഴിവതും കടം വാങ്ങുന്നത് ഒഴിവാക്കാം. നിങ്ങളുടെ ലൈഫ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ അത് കാരണം ഒരുപാട് പ്രോബ്ലംസും പലർക്കും വരാറുണ്ട്. അമിതമായിട്ടുള്ള പലിശ നിങ്ങളുടെ പൈസയെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. അമിതമായിട്ട് ക്രെഡിറ്റ് ലോൺസ് എടുക്കുന്നതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഒരിക്കലും കടം വാങ്ങിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾ വാങ്ങിച്ചു പോകും. പക്ഷേ കഴിവതും കടം വാങ്ങിക്കുന്നത് ഒഴിവാക്കാം. നമ്പർ 6, ഡോണ്ട് ഫോർഗെറ്റ് എമർജൻസി ഫണ്ട്. നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും സംഭവിക്കാം. സോ നമ്മളെപ്പോഴും അതിനുവേണ്ടി ഫൈനാൻഷ്യലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ജോബ് നഷ്ടപ്പെടാം, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാം, ഒരു ഹെൽത്ത് എമർജൻസി വരാം. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് കുറച്ച് ഫണ്ട് എമർജൻസി ഫണ്ടായിട്ട് മാറ്റിവെക്കാം. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എമർജൻസീസ് വരുമ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസസ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകും. സോ എൻഷുർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എമർജൻസീസ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എങ്ങനെ പണം എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം എന്നതിനുള്ള 6 ടിപ്സ്. ഏതൊരു സ്കില്ലും എങ്ങനെ ഫാസ്റ്റായിട്ട് പഠിക്കാം എന്നതിനെ പറ്റിയിട്ട് അറിയാനായിട്ട് ലെഫ്റ്റ് വീലിൽ ക്ലിക്ക് ചെയ്യാം. സെൽഫ് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനായിട്ട് റൈറ്റ് വീലിൽ ക്ലിക്ക് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.